പുറക്കാടി പൂമാല പരദേവതാ ക്ഷേത്രം. ആ ക്ഷേത്രത്തിലെ മേൽശാന്തിയാണ് ശങ്കരനാരായണൻ. എനിക്ക് മറ്റൊരു ഭാഗ്യം കൂടെ ഉണ്ട്. മേൽശാന്തിയെ പഠിപ്പിക്കാനുള്ളൊരു ഭാഗ്യം കൂടെ കിട്ടി. എൻ്റെ ശിഷ്യനാണ്. അപ്പോൾ ശിഷ്യൻ ക്ഷണിച്ചത് പ്രകാരം വന്നതാണ് അമ്പലത്തിലെ ഉത്സവത്തിൽ. മേൽശാന്തിയെക്കുറിച്ച് പറയുമ്പോൾ എനിക്കും അഭിമാനമുണ്ട്. അദ്ദേഹത്തിന് രണ്ടക്ഷരം പറഞ്ഞു കൊടുക്കാനുള്ള ഭാഗ്യം എനിക്കും ഉണ്ടായിരുന്നു. കാര്യം അന്നും അറിവ് ആർജിക്കാനുള്ള വല്ലാത്തൊരു ത്വര ഉള്ളിലുണ്ടായിരുന്നു അല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും. സാറ് ക്ലാസ് മതിയായിട്ടില്ലായിരുന്നു. പിന്നെ ശാന്തി പരിപാടിയൊക്കെ ആയതുകൊണ്ട് അതെ അതെ അതെ. മരണം വരെ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ പുതിയ പുതിയ കാര്യങ്ങൾ. ഇന്ന് രാവിലെ പുലർച്ചെ 3 മണിക്ക് എഴുന്നേറ്റിട്ട് ഞാൻ നെട്ടറിയായിരുന്നു. അവിടെ BEd കോളേജിന്റെ ഒരു ക്യാമ്പ് ഉണ്ട് തിരുനെല്ലി സ്കൂളിൽ. ആ സ്കൂളിലെ മക്കളുടെ കൂടെയായിരുന്നു. അങ്ങനെ ഓരോ പ്രോഗ്രാംസും. അപ്പോൾ ഓരോരുത്തരോട് സംസാരിക്കുമ്പോൾ നമുക്ക് വലിപ്പച്ചെറുപ്പങ്ങളില്ല. എല്ലാവരിൽ നിന്നും എന്താ പറയുക, ഒത്തിരി അറിവുകൾ കിട്ടുന്നുണ്ട്. ഇപ്പൊ ഈ ടീച്ചേഴ്സൊക്കെ കുട്ടികൾ ഇങ്ങനെ നല്ല കാര്യം ചെയ്യുമ്പോൾ ചെരിയിട്ട് കൊടുത്ത് സ്റ്റാർ വരച്ചു കൊടുക്കും. ഞാൻ സ്റ്റാർ വരയ്ക്കുന്ന രീതിയേക്കാൾ നല്ല രീതിയിൽ 1ാം ക്ലാസ്സിൽ ഒരു കുട്ടി വരയ്ക്കായിരുന്നു. അതാണ് ഞാൻ അവിടെ നിന്ന് പഠിച്ചത്. അതുപോലെ ചില യാത്രയിൽ അതെ ചില യാത്രയിൽ ഇങ്ങനെ സെൽഫി എടുക്കുകയും, അപ്പൊ ഇപ്പൊ ഇവിടെ നിന്ന് തന്നെ എടുക്കുകയാണെങ്കിൽ സീതാദേവി 11 കുഷൻ എന്നിട്ട് ആ എഴുത്ത് മിറർ റൈറ്റിംഗിൽ തിരിഞ്ഞു പോകുമായിരിക്കും നമ്മുടെ ഇതില്. അത് കണ്ടപ്പോഴാണ് 1ാം ക്ലാസ്സിൽ ഒരു കുട്ടി പറഞ്ഞത്, സാർ അതിൽ ഇന്ന ബട്ടൺ ഞെക്കുകയാണെങ്കിൽ അത് കറക്റ്റ് കിട്ടുമെന്ന്. അപ്പോൾ അറിവെന്ന് പറയുന്നത് അതെ മഹത്തരമാണ്. എല്ലാവരും നമുക്ക് സ്വീകരിക്കാം. കുഞ്ഞുങ്ങളിൽ നിന്ന് വരും.